ടു സ്റ്റാൻഡേർഡ് 8 മാത്തമാറ്റിക്സ് ക്ലാസ് ചാപ്റ്റർ 7 റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം പാർട്ട് 8 ആണ്. പേജ് 141 അഞ്ചാമത്തെ ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 2 കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ചെറിയ കുപ്പി 2 തവണയും വലിയ കുപ്പി 1 തവണയും നിറച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചു. ചെറിയ കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി പകുതി നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു. പാത്രങ്ങളിലെ വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? അതിൻ്റെ സെക്കൻഡ് പാർട്ട് മുകളിലെ കണക്കിൽ കുപ്പികളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 4:7 ആയാലോ? The capacities of 2 bottles are in the ratio 3:4. The smaller bottle was filled twice and the larger bottle was filled and emptied into a vessel. Twice the smaller and half the larger was emptied into another. What is the ratio of the quantities of water in the 2 vessels? In the problem, what if the capacities of the bottles are in the ratio 4:6? കുപ്പികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആയതുകൊണ്ട് ചെറിയ കുപ്പിയുടെ ഉള്ളളവ് 3x എന്നും വലിയ കുപ്പിയുടെ ഉള്ളളവ് 4x എന്നും എടുക്കാം. ചെറിയ കുപ്പിയുടെ ഉള്ളളവ് സമം 3x കപ്പാസിറ്റി ഓഫ് ദി സ്മോളർ ബോട്ടിൽ. വലിയ കുപ്പിയുടെ ഉള്ളളവ് 4x കപ്പാസിറ്റി ഓഫ് ദി ലാർജർ ബോട്ടിൽ. കുപ്പി 2 തവണ നിറച്ചും വലിയ കുപ്പി 1 തവണ നിറച്ചും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ കുപ്പി 2 തവണ നിറച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് 2 × 3x ആകും. കാരണം ചെറിയ കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 3x ആണ്. അതിൻ്റെ ടോയ്സ് 2 പ്രാവശ്യം അതിൽ വെള്ളം എടുക്കുമ്പോൾ 2 × 3x 6x ആയിരിക്കും. വോളിയം ഓഫ് വാട്ടർ വെൻ ദ സ്മോളർ ബോട്ടിൽ ഈസ് ഫിൽഡ് ടോയ്സ് അത് 6x. വലിയ കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 4x ആണ്. അപ്പോൾ വലിയ കുപ്പി 1 തവണ നിറയ്ക്കുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവ് വോളിയം ഓഫ് വാട്ടർ വെൻ ദ ലാർജർ ബോട്ടിൽ ഈസ് ഫിൽഡ് വൺസ് ഈസ് ഈക്വൽ ടു 4x. 3x കൊള്ളുന്ന പാത്രത്തിൽ 2 പ്രാവശ്യം വെള്ളം എടുത്തു, ഇവിടെ 6x ആയി. ഇവിടെ 4x കൊള്ളുന്ന പാത്രത്തിൽ 1 പ്രാവശ്യം വെള്ളം എടുത്തു, 4x. അപ്പോൾ ഈ 6x 4x കൂടെ കൂടി ടോട്ടൽ 10x ലിറ്റർ വെള്ളം ഈ വലിയ പാത്രത്തിൽ ഉണ്ടാകും. കാരണം ഇത് 3x 2 പ്രാവശ്യം ഇതിൽ അളന്നൊഴിക്കുന്നു, അതായത് 6x. 4x കൊള്ളുന്ന പാത്രത്തിൽ നിന്ന് നിറച്ചും ഒരു പാത്രം വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ 3x 6x 4x 10x വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആകെ അളവ് ടോട്ടൽ വോളിയം നൗ 6x + 4x ഈസ് ഈക്വൽ ടു 10x. നമ്മൾ ചെറിയ കുപ്പി 2 തവണ എടുക്കുന്നു, 6x. വലിയ കുപ്പിയിലെ വെള്ളം പകുതി 4xൻ്റെ പകുതി 2x മറ്റൊരു പാത്രത്തിൽ ഒഴിക്കുന്നു. അപ്പോൾ രണ്ടും കൂടി 8x ആണ് ഈ രണ്ടാമത്തെ പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ്. ആദ്യത്തെ പാത്രത്തിൽ 10x ആയിരുന്നു, രണ്ടാമത്തെ പാത്രത്തിൽ 8x ആണ് ഉള്ള വെള്ളം. വോളിയം ഓഫ് വാട്ടർ വെൻ ദ സ്മോളർ ബോട്ടിൽ ഈസ് ഫിൽഡ് ടോയ്സ് 6x. ചെറിയ കുപ്പി 2 തവണ നിറച്ചാൽ 6x. വലിയ കുപ്പി പകുതി നിറച്ചാൽ 4x/2 അതായത് 2x. വോളിയം ഓഫ് വാട്ടർ വെൻ ദ ലാർജർ ബോട്ടിൽ ഈസ് ഫിൽഡ് ഹാഫ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ആകെ അളവ് 6x + 2x = 8x, അതായത് ടോട്ടൽ വോളിയം നൗ 8x. അപ്പോൾ ആദ്യത്തേത് 10x ആയിരുന്നു, ഇപ്പോഴത്തേത് 8x ആണ്. അവ തമ്മിലുള്ള അംശബന്ധം 10x = 8x. പാത്രങ്ങളിലെയും വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ദ 2 വെസൽസ് 10x = 8x. 10x = 8x 10:8 എന്ന് എഴുതാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5:4 എന്ന് വരുന്നു. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ കുപ്പികളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 4:7 ആയാൽ. അപ്പോൾ 4:7 ആകുമ്പോൾ എന്ത് പറയാൻ നമുക്ക് പറ്റും? ചെറിയ കുപ്പിയുടെ അളവ് എത്രയായിരിക്കും? ചെറിയ കുപ്പിയുടെ അളവ് 4x ആയിരിക്കും. 4:7 അല്ലേ? അപ്പോൾ ചെറിയ കുപ്പിയുടെ അളവ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി സ്മോളർ ബോട്ടിൽ അതെത്ര എഴുതാം? 4x എന്ന് എഴുതാം. ഇനി വലിയ കുപ്പിയുടെ അളവ് എത്രയാണ്?
വലിയ കുപ്പിയുടെ അളവ് 7x. കപ്പാസിറ്റി ഓഫ് ദി ലാർജർ ബോട്ടിൽ 7x. Capacity of the larger bottle 7x. മാറിയെന്നേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല. കണക്ക് അതുപോലെ തന്നെയാണ്. അതായത് ചെറിയ കുപ്പി 2 തവണ നിറച്ചാൽ വോളിയം ഓഫ് വാട്ടർ വെൻ ദ സ്മോളർ ബോട്ടിൽ ഈസ് ഫിൽഡ് ചോയ്സ്. ചെറിയ കുപ്പി 2 തവണ നിറയ്ക്കുമ്പോൾ കഴിഞ്ഞ കണക്കിൽ 3x ആയിരുന്നു, അപ്പോൾ 6x വരുമായിരുന്നു. ഇവിടെ 4x ആയതുകൊണ്ട് ചെറിയ കുപ്പി 2 തവണ നിറയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് 8x ആകും. ഈ കുപ്പി ഒരു തവണ നിറച്ചാൽ വെള്ളം എത്രയാകും? 7x ആകും അല്ലേ? 4:7 ആണല്ലോ റേഷ്യോ, അപ്പോൾ 7x. വോളിയം ഓഫ് വാട്ടർ വെൻ ദ ലാർജർ ബോട്ടിൽ ഈസ് ഫിൽഡ് വൺസ് ഈസ് ഈക്വൽ ടു 7x. 6 ലിറ്റർ വെള്ളവും 7x ലിറ്റർ വെള്ളവും മറ്റൊരു പാത്രത്തിൽ ഒഴിച്ചാൽ ടോട്ടൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും? 15x ലിറ്റർ വെള്ളം. അതായത് ആകെ അളവ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഇപ്പോൾ 8x + 7x ഈസ് ഈക്വൽ ടു 15x. കുപ്പി 2 തവണയും വലിയ കുപ്പി പകുതിയും എന്നാണ് അടുത്തത്. ചെറിയ കുപ്പി 2 തവണയാകുമ്പോൾ അതായത് സ്മോളർ ബോട്ടിൽ ടോയ്സ് ആകുമ്പോൾ 4x × 4x 4x + 4x 8x വരും. പിന്നെ ലാർജർ ബോട്ടിൽ ഹാഫ്, വലിയ കുപ്പിയുടെ പകുതി എന്ന് പറയുമ്പം 7x/2. അപ്പോൾ ആകെ അളവ് എത്ര വരും? 8x + 7x/2. 2 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 8 × 2 എത്ര വരും? 16x + 7x/2. 16 വരും 23x/2 വരുന്നു. ങ്ങളിലെ വെള്ളത്തിൻ്റെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ ഇൻ ദ 2 വെസൽസ് എന്ന് പറയുന്നത് 15:23/2. 15നെയും 23/2നെയും 2 കൊണ്ട് ഗുണിക്കാം. 15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 30 വരും. 23/2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 23/2 × 2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു 2 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ക്യാൻസലായി പോയി 23 എന്ന ആൻസർ കിട്ടുന്നത്.